ഇപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ബിസിനസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിട്ട് പോവാം. നമ്മുടെ ഫസ്റ്റ് ബിസിനസ്സാണിത്. അതിന് മുമ്പ് നമ്മൾ കുറേ വേറെ ഗെയിം പ്ലേയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യാം. ഓക്കെ, കുറേ വീഡിയോസ് മുമ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് നോട്ടീസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സബ് ചെയ്യണില്ല ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണില്ല. അതാണ് ഞാൻ മെയിനായിട്ട് നോട്ടീസ് ചെയ്യുന്ന കാര്യം. നിങ്ങൾ എന്താ ഗൈസ് ഇടയ്ക്ക് വരണം കേട്ടോ, നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. എന്തോ ചെയ്യണം. നമ്മുടെ കടയിലേക്ക് ഫസ്റ്റ് സംഭവം ഓർഡർ ചെയ്തിട്ടോ. ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങളിപ്പോൾ റൈസ് സെറ്റ് ചെയ്യണം. ഗൈസ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, ആഡ് ഇപ്പോൾ വരണതാണ്. മാർക്കറ്റ് പ്രൈസ് $5.98 ആണ്. അപ്പോൾ നമുക്കൊരു $5 കൊടുക്കാം. മാർക്കറ്റ് പ്രൈസ് $5.98 ആണ് കേട്ടോ. ഉണ്ടാരം വിൽക്കാൻ കൂടി സ്ഥലമല്ലേ ഗൈസ് ഇവിടെ. ആഡ് വരെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. നെക്സ്റ്റ് ടൈം നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഇയാൾക്ക് കാർഡ് കൊണ്ടുവന്നൂടെ? $15. ഒടുക്കത്തിലായി കൊണ്ടുപോയി. എന്താടേ ഇത്? ഒടുക്കത്തിൽ ലാഗാണ് കേട്ടോ ഗെയിം.
അടിപൊളി പുള്ളിനെ പറ്റിച്ച്. ഇവരെന്തിനാണ് ചേഞ്ച് മേടിക്കാൻ നിൽക്കുന്നത്? ഫോട്ടോത്രയുടെ ഒടുക്കത്തിലായത്. ആഡ് കയറി വരും നാശം പിടിക്കാനായിട്ട്. നെക്സ്റ്റ് ടൈം നമുക്ക് ആഡ് ചെയ്യുന്ന സൊല്യൂഷൻ കണ്ടുപിടിക്കാം കേട്ടോ. ഈ ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ടാണ് ഗൈസ് ആഡൊക്കെ വരുന്നത്. മീഡിയം ഗ്രാഫിക്സ് മനസ്സിലാ സെൻസിറ്റിവിറ്റി ഇവിടെ ഒന്ന് പോയിട്ട് ഗ്രാഫിക്സ് നമ്മൾ ഹൈ ആക്കിയിട്ടുണ്ട് കേട്ടോ. പൊന്നി ഏട്ടാ കാട് കൊണ്ടുവന്നോടെ ഇവരെപ്പോൾ നോക്കിയാൽ കാശ് കൊണ്ടുവരും. ഈ അമ്മച്ചി കൈസ് ഇപ്പോൾ ആ സാധനമല്ലേ മേടിച്ചുകൊണ്ട് പോയേ. ഒരു മിനിറ്റ് കടയിൽ നിന്ന് ക്ലോസ് ചെയ്യട്ടെ. ചേച്ചി ഇവിടെ ഒന്നുമില്ല. അയ്യോ ഞാൻ അങ്ങോട്ട് പോണു. ഗൈസ് ഇപ്പോൾ ഞാൻ നെറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ആഡ് വരൂല. ഓക്കെ ഞാൻ നെറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. എന്താണ് സംഭവം? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റുക. ലോൺ എടുത്തുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ഒടുക്കത്തെ ലാഗടി. എൻ്റെ ചേച്ചി കട ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങളെങ്ങനെയാണ് കയറിപ്പോണേ? ഇവർക്കൊന്നും ബുദ്ധിയില്ലേ ഗൈസ്? കട ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞാൽ വെറുതെ കയറി വയ്ക്കുക.
ഈ ഗെയിമിന് എന്തോ ഒടുക്കത്തെ ലാഗിങ് ആട്ടോ. ഈ കൺട്രോൾസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ സീരിയൽസ്, ഓയിൽ, ബ്രെഡ്, ഫ്ലോറൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പ്രൈസ് സെറ്റ് ചെയ്യുന്നു. അതിൻ്റെ പ്രൈസ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാർക്കറ്റ് പ്രൈസ് $3 നമുക്ക് $3 3.5. അയ്യോ അയ്യോ 35 അല്ല, 3.5. എൻ്റെ അമ്മ ഒടുക്കത്തിരുട്ടൊന്നും കാണാൻ പറ്റണം. ഒരു മിനിറ്റ് ഞാൻ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യട്ടെ. ഇതെന്താണ് ഗൈസ് ഇത്? സ്പോട്ട് ലൈറ്റ്. ഓ പണ്ടാരം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. $4.50 നമുക്ക് $4. ഓക്കെ, നമ്മൾ തുടക്കം തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു കേട്ടോ. ഒരു $3 ആക്കാം. $3.10. ഓക്കെ, നമുക്കൊരു സാധനം ഓർഡർ ചെയ്യാം കേട്ടോ. ഈ പാസ്തയും ഷുഗറും ഓർഡർ ചെയ്യും. നമുക്ക് രാത്രി ഒന്നും ഓർഡർ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കടയ്ക്ക് നമുക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്ത സാധനം പെട്ടെന്ന് വരണ്ട, ഫാസ്റ്റ് ഡെലിവറി ആണെന്ന് തോന്നുന്നു. ഷുഗറാണ് തോന്നുന്നു. സൂസും ഷുഗറാണ് ഗൈസ് നമ്മൾ ഓർഡർ ചെയ്തത്. ഡിസ്പ്ലേണ്ട് ആഡ് വരണില്ല, ഞാൻ നെറ്റ് ഓഫ് ചെയ്തു. പാസ്ത നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. നമുക്ക് നമ്മുടെ ഷോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ സ്റ്റോറേജ് ഒക്കെ ഉണ്ട് കേട്ടോ.
ഒരു മിനിറ്റ്, നമുക്ക് പ്രൈസ് സെറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ അവർ വന്നിട്ട് ഇപ്പോൾ ഉള്ള പ്രൈസ് ഞാൻ മേടിച്ചിട്ട് പോകും. നമുക്ക് $4 കൊടുക്കാം. വേണ്ട ഗൈസ്, ഒരു 4.20 കൊടുക്കാം. അപ്പം നമുക്ക് പ്രോഫിറ്റ് കിട്ടുമല്ലോ, നമുക്ക് ലാഭം. ഇതിനൊരു $3 കൊടുക്കാം. ഓക്കെ, ഷോപ്പ് ഓപ്പൺ ചെയ്യട്ടോ ഷോപ്പ്. എന്താണ് ഇത്, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരു മിനിറ്റ് കേട്ടോ ഗൈസ്. മാനേജ്മെൻറ്റിന് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ഗ്രോത്ത് ലെവൽ 4 ആകുമ്പോഴട്ടോ ഗൈസ് നമുക്ക് സെക്ഷൻ 2 അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുക. ഹിയറിങ് സ്റ്റോർ ലെവൽ 10 ആവണം. 200 ചെക്കൗട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, എന്നാലും നമുക്ക് ക്യാഷർ 1 ഹയർ ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റോറേജ് ലോക്ക്ഡാണ്. കടയിൽ ഒരാൾ വന്നിട്ടുണ്ട്. അയ്യോ, ഇതിൻ്റെ പ്രൈസ് എത്രയായിരുന്നു? 8.40. ഞാനിപ്പോൾ ഏട്ടാ ശ്രദ്ധിക്കുന്ന സൈഡിൽ പ്രൈസ് ചെയ്ത് കാണിച്ചത് 8.40. ചേട്ടൻ ഷുഗറും ബ്രെഡ് എടുത്തുണ്ട്. അയ്യോ, എടുത്തോണ്ട് പോ. സ്റ്റോറിൻ്റെ ലെവൽ 1 ആണ് കേട്ടോ ഇപ്പോഴും. ഒടുക്കത്തെ ലാഗിങ്, പണ്ടാരം മേടിക്കുക കാശുള്ളൂ, ഒന്നുമില്ല കേട്ടോ. എന്താണ് ഇതിൻ്റെ പ്രശ്നം? $7. ചേട്ടാ ഫ്ലോറാണ് മേടിച്ചിരിക്കുന്നത്. ബാലൻസ് എമൗണ്ടൊന്നും ചേട്ടാ ഗൈസ്, ഒടുക്കത്തിലായി. മേടിക്കൊക്കെ അടവിട് $10. നമുക്ക് വൻ ലാഭമാണ് ഗൈസ്. നമുക്ക് മേളിൽ ഒബ്ജക്റ്റീവ് വന്നിട്ടുണ്ട്. 25 ചെക്ക് ഫോട്ടോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. 15 എണ്ണം ഓൾറെഡി 25 ചെക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യണം, അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഓക്കെ, നമ്മളുടെ ഒബ്ജക്റ്റീവ് കൊടുത്തിട്ടുണ്ട് 25 ചെക്കൗട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ടോട്ടൽ 15 ചെക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. ഗൈസ്, ഒടുക്കത്തിലാക്കി ഇയാളെന്തായാലും വെറുതെ ഇവിടെ നിൽക്കണം. $6 പോകും വെച്ച്.
പുള്ളി ഭയങ്കര റിച്ചാണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് നമ്മുടെ ജേക്കി ഷെറഫിൻ്റെ ഒരു ചെറിയൊരു കട്ടുണ്ട്. ജേക്കി ഷെറഫ് ആരാന്ന് ഭൂരിഭാഗം ആൾക്കാർക്ക് അറിയായിരിക്കും. ഹിന്ദി ആക്ടറാണ്. ഓക്കെ, അറിയാത്തവരുണ്ടെങ്കിൽ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കാം ജേക്കി ഷെറഫ് ആരാണെന്ന്. പുള്ളിയുടെ ചെറിയ കട്ടുണ്ട് ഇയാൾക്ക്. അതിനേഴ് ചെക്കൗട്ട്സ് നമ്മളിപ്പോഴേ കംപ്ലീറ്റ് ചെയ്തു. 3.10. നമുക്ക് വൻ ലാഭമാണ് കേട്ടോ ഗൈസ്. നമ്മൾ തുടക്കം തന്നെ ലോൺ എടുത്ത് നമുക്ക് വൻ ലാഭമായി. $2. എന്തുവാടെ ഇത്? എന്തിനാ ചേട്ടാ ഇത്ര കുപ്പി ഓയിൽ? ഇയാളെന്താ ഓയിലല്ലാതെ ദിവസത്ത് കുടിക്കുന്നുണ്ടോ ഗൈസ്? അയാൾ കുടിക്കോ മലർത്തി എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് കാശ് കിട്ടിയാൽ പോരെ. ഈ ബിസിനസ് ലാഭമാവുമോ പൊട്ടുമോ എന്ന് എനിക്കറിയില്ല ഗൈസ്. വിധി പോലെ ഇരിക്കും. ഇത് നമ്മുടെ ഫസ്റ്റ് ബിസിനസ് ഗെയിമാണ് കേട്ടോ. നമ്മൾ ഇതേപോലത്തെ കുറേ ചെയ്യുന്നതായിരിക്കും. മോട്ടൽ മാനേജർ, നമ്മുടെ പി സിയിലുള്ളൊരു മോട്ടൽ മാനേജർ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ നൂബ് മാസ്റ്റർ അതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് നൂബ് മാസ്റ്ററിനെ അറിയാമായിരിക്കും. പുള്ളി ആ മോട്ടൽ മാനേജറിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 12 വീഡിയോസ് പുള്ളിയുടെ ചാനലുണ്ട് കേട്ടോ. നിങ്ങൾ പോയിട്ട് ആ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്താൽ കാണാൻ പറ്റുമതിൽ. പക്ഷെ നമ്മളതല്ല കളിക്കണത്, നമ്മൾ വേറൊരു മോട്ടൽ മാനേജർ ആണ് കളിക്കണത്. ലാഗടിക്കണ്. നിങ്ങൾ പുള്ളിയുടെ ചാനലിൽ കയറി ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് മോട്ടർ മാനേജറിൻ്റെ വീഡിയോസ് കാണാൻ പറ്റും. ഓക്കെ, ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യട്ടെ. നിങ്ങൾ യൂട്യൂബ് വഴി നൂബ് മാസ്റ്റർ ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കുറേ പ്ലേ ലിസ്റ്റ് കാണാൻ പറ്റും. അതിൽ മോട്ടൽ മാനേജറിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട്. നിങ്ങൾ അത് ചെക്കൗട്ട് ചെയ്താൽ അത് കയറി ചെക്കൗട്ട് ചെയ്യുക. അതെൻ്റെ ചാനലല്ല, നൂബ് മാസ്റ്റർ നിങ്ങൾക്ക് അറിയായിരിക്കും ഗൈസ്. അത് പുള്ളിയുടെ ചാനലിൽ പുള്ളി ആ വീഡിയോസ് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. മോട്ടൽ മാനേജറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ബട്ട് നമ്മൾ അതിപ്പോൾ ചെയ്യില്ല. ആ ഗെയിം നമ്മളിപ്പോൾ ചെയ്യില്ല കേട്ടോ. നിങ്ങൾക്ക് വിശദമായിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് പക്ഷേ അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ജസ്റ്റ് ചെക്കൗട്ട് ഒന്ന് കഴിഞ്ഞോട്ടെ. ഓക്കെ, നിങ്ങളിപ്പോൾ നൂബ് മാസ്റ്ററിന് സെർച്ച് ചെയ്യാൻ പോയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കതിൽ മോട്ടൽ മാനേജർ സിമുലേറ്ററിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് കാണാൻ പറ്റും.
അത് പി സിയിലുള്ള ഗെയിമാണ്. നമ്മുടെ ഇപ്പോൾ പി സി ആയിട്ട് നമ്മൾ തൽക്കാലം അത് കളിക്കണില്ല. അതല്ലാണ്ട് വേറൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വേറൊരു മൊബൈൽ ഗെയിമുണ്ട്, മോട്ടോർ മാനേജർ സിമുലേറ്ററിൻ്റെ. അത് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സെയിം ഗെയിം പി സിയിലും കിട്ടും. ഞാനിപ്പോൾ കളിക്കണ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഈ ഗെയിം ഇത് അതിലും കിട്ടും കേട്ടോ. ഇപ്പോൾ ഫ്ലോർ തീർന്നുണ്ട്, നമുക്കതൊന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ പാസ്തയും ഫ്ലോറും തീർന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്യാം. പ്രോഡക്റ്റ് ലൈസൻസ് മേടിക്കാനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ലെവൽ 3 ആവണം. ലെവൽ 3 അല്ല കേട്ടോ, നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫ്ലോറ് പാസ്ത ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓർഡർ ചെയ്തപ്പോഴേ കിട്ടിയ ഈ ഗെയിമിന് എൻഡിങ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തിനാണ് വെറുതെ ഇവിടെ നിൽക്കണം? ഷോപ്പ് ഓപ്പൺ ചെയ്തല്ലേ ഇവിടെ. നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇനി നമ്മൾ ചെയ്യണ്ട. ഇതെത്ര പാർട്ടുകൾ കൊണ്ട് എൻ്റെ ആവുമെന്ന് എനിക്കറിയില്ല. അതുപോലെ നമ്മൾ മറ്റേ മോട്ടോർ മാനേജറിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യണ്ട. ഫസ്റ്റ് നമ്മൾ ഈ ഗെയിമിൻ്റെ ഗെയിം പ്ലേ വീഡിയോസ് എന്താ പറയണമെന്ന് അറിയില്ല കേട്ടോ കൃത്യമായിട്ട്. നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ ആ ഗെയിം പ്ലേ ചെയ്യണില്ല. ഫസ്റ്റ് നമുക്ക് ഈ ഗെയിം എൻഡ് ചെയ്യണം, എന്നിട്ട് വേണം നമുക്ക് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മളെല്ലാം കൂടി ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്താൽ അത് പണിയാവും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനാവും, അതിടണോ ഇതിടണോ, കൺഫ്യൂഷൻ. ഫസ്റ്റ് ഇപ്പം നമ്മൾ കളിക്കുന്ന സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ നമ്മൾ എൻഡ് ചെയ്തിട്ട് നമ്മൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. $8.50 5 വരട്ടെ, 50 ആണ്. മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടുതൽ ഇട്ടാൽ ഇവർ എക്സ്പെൻസീവാണ് പറഞ്ഞ് ഇവർ മേടിക്കാണ്ട് പോകും കേട്ടോ കസ്റ്റമേഴ്സ്. നമ്മൾ ഫസ്റ്റ് ഈ ഗെയിം എൻഡ് ചെയ്യുന്ന വെച്ചാൽ
ഈ ബിസിനസ് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ ബിസിനസ് നമ്മൾ എൻഡ് ചെയ്യും. അതായത് ഒരു ഹാപ്പി എൻഡിങ്, ഏതൊരു ഗെയിമിനൊരു എൻഡിങ് ഉണ്ടാവുമല്ലോ, അതേപോലെ ഈ ഗെയിമിനൊരു എൻഡിങ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഈ ഗെയിം എൻഡ് ചെയ്തിട്ട് നമ്മൾ ആ ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ല കേട്ടോ. ഇപ്പോഴേ നമ്മളത് സ്റ്റാർട്ട് ചെയ്യില്ല. ഇപ്പോഴേ നമ്മളത് അതിൻ്റെ ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് പിന്നെ മാനേജ് ചെയ്യാൻ പറ്റില്ല എല്ലാം കൂടിയിട്ട്. $5 പിടിച്ചിട്ട് $5. ഇത്ര വലിയ കോട്ടീസ് ഇട്ടിട്ട് വന്നിട്ട് കാശാണെങ്കിൽ ക്രെഡിറ്റ് കാർഡൊന്നും ഇല്ലേ? ചേട്ടാ $10 ടിപ്പായിട്ട് വെച്ചോളൂ ചേട്ടാ. നമുക്ക് പ്രോഡക്റ്റ് ലൈസൻസ് എടുക്കാമല്ലേ? പർച്ചേസ് പ്രോഡക്റ്റ് ലൈസൻസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ബില്ലെന്നുള്ള പേര് ഓക്കെ. നമ്മൾ പേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോട്ടിൻ്റെ വാട്ടറിന് ഫ്രീസറോ? മണ്ടന്മാരെ, ഫ്രീസറൊക്കെ പിടിച്ച കട്ട പിടിക്കില്ല ഇതൊക്കെ. ഫ്രീസറാണത് ഫ്രിഡ്ജാണോ ഗൈസ്? വെള്ളമൊക്കെ ഫ്രീസറിൽ വെക്കുമോ? കട്ട പിടിക്കൂല ഗൈസ്. എന്ത് മണ്ടത്തരാടി ഇതൊക്കെ. ആദ്യം ഇതൊന്ന് തീർക്കട്ടെ ഗൈസ്. ഫ്രിഡ്ജ് നമുക്ക് മേടിക്കാം. ഫ്രിഡ്ജാണ് ഫ്രീസറാണെന്ന് അറിഞ്ഞൂടെ. കൊണ്ടുപോകും. ഗോഡ് സിമുലേറ്ററിൻ്റെ വീഡിയോ നമ്മളന്ന് ചെയ്തായിരുന്നു. അതിന് ശേഷം നമ്മൾ പിന്നെ അതിൻ്റെ വീഡിയോസ് ചെയ്യാൻ നിന്നിട്ടില്ല. അത് നമ്മൾ ഈവനിങ് ചെയ്യും കേട്ടോ, ഗോഡ് സിമുലേറ്റർ. പിന്നെ 911 പ്രേ നമ്മൾ നാളെ ചെയ്യുന്നതായിരിക്കും. $36. എന്നാ ചേട്ടൻ $40 കൂടി. എനിക്ക് വയ്യ കണക്ക് കൊണ്ട് കൊടുത്തത്. 1 മിനിറ്റ് ചേട്ടാ, ഞാൻ ലേറ്റ് നോക്കണൊക്കെ കണ്ണാണല്ലേ. $8. ഈ ബിസിനസ് ഫ്ലോപ്പ് ആവുമെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, എന്നാ $1 ബാക്കി $10 ടിപ്പായിട്ട് വെച്ച് ചേട്ടാ. ഇവർക്ക് കാർഡ് തന്നൂടെ? എന്തിനാ ക്യാഷ് തരുന്നത്? അതെ, ഇതേപോലെ കാർഡ് തരണം. കാർഡാണ് ഈസി ആയിട്ട് അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. 3.10 $3.
$50. എല്ലാം തീർന്നു അവിടുത്തെ ചേട്ടാ, ഒന്നുമില്ല അവിടെ, എല്ലാം തീർന്നു. നിങ്ങൾ വിടുന്ന നാളെ വരും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ $731 ഉണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഇവിടെ അല്ലല്ലേ, ഒരു മിനിറ്റ് ഗൈസ്, ബില്ല് പേ ചെയ്തപ്പോൾ $710. ഞാൻ ഇങ്ങനെ വീട്ടിൽ മാർക്കറ്റ് ഫർണിച്ചേഴ്സ് നമുക്ക് എൻ്റെ അമ്മയെല്ലാം കൂടി താഴെ വീഴും. ഫ്രീസറാണോ എനിക്കറിയില്ല, ഇത് ഫ്രീസറാട്ടോ. ഇനി ഇവര് പറ്റിക്കുകയോ ആവോ, ദൈവത്തിനറിയാം. വാട്ടറിൻ്റെ ചീസിൻ്റെ മറ്റേ നമ്മൾ പുതിയതായിട്ട് അൺലോക്ക് ചെയ്ത പ്രോഡക്റ്റ് ലൈസൻസിൻ്റെ മറ്റേ സംഭവമൊക്കെ ഫ്രീസറാണ് കാണിച്ചത്. ഇനി ചൂടായി കാണിച്ച് പറ്റിക്കാൻ ദൈവത്തിനറിയാം. നമ്മളിവിടെ വയ്ക്കണേ.
എടാ തേച്ച് നമ്മളെ. എടാ നമ്മളെ തേച്ചടാ ഗൈസ്. നിങ്ങൾ തന്നെ നോക്ക് ഗൈസ്. ഇത് ഡിസ്പ്ലേ ഫ്രീസറാണ് അവിടെ ഡിസ്പ്ലേ കാണിക്കണത്. എന്നിട്ട് അവർ പറഞ്ഞ ഫ്രിഡ്ജ് വേണമെന്ന്. ഇതെന്താണ് ഇത്? പറ്റിക്കലാണ് ഗൈസ്. അവിടെ ഡിസ്പ്ലേ ഫ്രീസറിന് കൊടുത്തിട്ട് ഡിസ്പ്ലേയുടെ ഫ്രീസർ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഫ്രീസർ വേണ്ടി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഫ്രിഡ്ജ് വേണമെന്ന്. ഇത് വല്ലാത്ത പറ്റിക്കലായി പോയില്ല. ഇങ്ങനെ ഇംഗ്ലീഷോട് ഫ്രിഡ്ജ് നെയ്ത് വെച്ചൂടെ? ഇത് ഫ്രീസർ നഞ്ഞിട്ട് ഫ്രിഡ്ജ് നഞ്ഞ പറ്റിക്കണേ. വെറുതെ നമ്മൾ ആ ഫ്രീസർ മേടിച്ച് കാശ് കളഞ്ഞു. ഇത് വയ്ക്കാൻ പറ്റുമോ ദൈവമേ? ഇപ്പം എങ്ങനെയുണ്ട്? വെറുതെ കാശ് കൊണ്ട് കളഞ്ഞു നമ്മൾ. ആ നേരിൽ നമുക്ക് എത്ര പ്രൊഡക്റ്റ് മേടിച്ച് വയ്ക്കുക അവിടെ. ഊമ്പി ഗൈസ്, നമ്മൾ ഊമ്പി ഇവർ നമ്മൾ തേച്ച് ഗൈസ്. ഫ്രീസർ വേണമെന്ന് പറഞ്ഞാൽ ഫ്രീസർ മേടിച്ച് വെച്ച് ലാസ്റ്റ് ഫ്രിഡ്ജ് വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മളാരെ ശശി ചെയ്യുന്നത്? സ്റ്റോർ എക്സ്പാൻഡ് ചെയ്യാനൊക്കെ കാണിക്കണ്ട. 1 മിനിറ്റ്. ലെവൽ 4 ആവണം. 350 രൂപ കയ്യിൽ വേണം. 350 രൂപ റോളർ. തുടക്കത്തിൽ നമ്മൾ പൊട്ടുന്നതാണ് കഴിച്ച്. ഇന്നേരം വെച്ച് $1 കൊണ്ടുപോയി. തുടക്കുന്ന നമ്മുടെ ബിസിനസ് പൊട്ടിപ്പാളീസാന്ന് തോന്നണം കേട്ടോ. ഒന്ന് വേഗം വന്ന് കാശ് എന്നിട്ട് പോകും മച്ചി. ഇത് വേണം എനിക്ക് എൻ്റെ കട എക്സ്പാൻഡ് ചെയ്യാൻ. കട ഇപ്പം എക്സ്പാൻഡ് ചെയ്യണ്ട കേട്ടോ. കട ഇപ്പം എക്സ്പാൻഡ് ചെയ്താൽ പണി കിട്ടും. ഷോപ്പ് ഇപ്പം എക്സ്പാൻഡ് ചെയ്യണ്ട. ഇത് നമുക്ക് ലെവൽ 4 ആവണം. 350 രൂപ കയ്യിൽ വേണം. ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പം ഷോപ്പ് എക്സ്പാൻഡ് ചെയ്യണ്ട. പണി കിട്ടും ചിലപ്പോൾ. തുടക്കുന്ന ബിസിനസ് പൊട്ടിപ്പാളീസാവാൻ ചാൻസ് ഉണ്ട്. $40 കൊണ്ടുപോകും. കോട്ട് സുഖിട്ടൊന്ന് കാശ് തരണ്ട നാറി. ക്രെഡിറ്റ് കാർഡൊന്നും ഇല്ലേ? നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കാശ് മോഷ്ടിക്കാൻ വേണ്ടി നന്നായേനെ. എൻ്റെ ചേട്ടാ അത് ഫ്രിഡ്ജൊന്ന് മേടിച്ചോട്ടെ. അത് നിങ്ങൾക്ക് വയ്ക്കാം. ശരി സാറേ. ഞാൻ പോയിട്ട് ഫ്രിഡ്ജിൻ്റെ പ്രൈസ് ഒന്ന് നോക്കിയിട്ട് വരട്ടെ കേട്ടോ. എന്താടി ഇത്? മേടിക്കാൻ കാർഡ് കഴിയുന്നു.
ഇത് കാനഡയാണെന്ന് ഗൈസ് കണ്ടിട്ട്. ഇതുകൊണ്ട് മേപ്പിൾ ലീവ്സിൻ്റെ ട്രീ ആണെന്ന് ഗൈസ്. അത് നമ്മൾ കാനഡയിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് മേടിക്കാതാടുന്നു. 15.50 രൂപ. അപ്പം ഇന്നത്തെ ഡേ വീഡിയോ നല്ല ലെങ്ത് കൂടിയിട്ടാണ്. ചേട്ടൻ 40 രൂപ. കറണ്ട് ചാനൽ ലോങ്ങസ്റ്റ് വീഡിയോ ഇതായിരിക്കും ഗൈസ്. ഇത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യണല്ലേ ഗൈസ്. നിങ്ങളെന്താ സബ്സ്ക്രൈബ് ചെയ്യാത്ത? നിങ്ങൾ സബ് ചെയ്ത് നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്താ സബ് ചെയ്ത പ്രശ്നം? സബ് ചെയ്തൂടെ? ആകെ വ്യൂസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ സബ് ചെയ്തെന്താ ഗൈസ്? അതായത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ സെർച്ച് ചെയ്ത് കിട്ടണമെങ്കിൽ ആനന്ദ് കൃഷ്ണ 3656 നിങ്ങൾ പോയി സെർച്ച് ചെയ്യുക. സ്പേസ് വിടാൻ വേണം കേട്ടോ. എൻ്റെ പേര് ആനന്ദ് കൃഷ്ണ, ഫുള്ള് സ്മോൾ ലെറ്റർ ആയിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പേസ് വിടാൻ പാടില്ല. അടുപ്പിച്ച് 3656 കൊടുക്കണം. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ഇത് കിട്ടും. ഗെയിം നറേറ്റർ ഗെയിമിങ് നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ അസമ്മ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ യൂട്യൂബ് സെർച്ചിൽ പോവുക, ആനന്ദ് കൃഷ്ണ 3656 സെർച്ച് ചെയ്യുക. അത് മൊത്തം സ്മോൾ ലെറ്റർ ആയിരിക്കണം കേട്ടോ. എൻ്റെ പേര് മൊത്തം സ്മോൾ ലെറ്റർ ആയിരിക്കണം. പിന്നെ ഗ്യാപ്പ് വിടാൻ പാടില്ല കേട്ടോ. സ്പേസ് വിടാൻ പാടില്ല. എന്നിട്ട് 3656 വിടണം. ലൈറ്റ് ഒന്നും ചെയ്യട്ടെ. 3656 കൊടുക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു അത് കാരണം കൊണ്ടാണ് നിങ്ങൾ സബ് ചെയ്യാത്തെന്ന് തോന്നുന്നു. ഈ പ്രൊഡക്റ്റൊക്കെ തീരാറായിട്ടോ നമ്മുടെ. $5 കൊണ്ടുപോകും ഗൈസ്. 50.2 സെക്കൻഡ് ആയിട്ടോ. ഒരു മിനിറ്റ് ഇട്ടോ, ഞാൻ കട ക്ലോസ് ചെയ്യട്ടല്ലേ, എല്ലാം കയറി വരുന്നുണ്ട്. ക്ലോസ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇത് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.